അയ്യോ വെള്ളം തീർന്ന്. ഓ കണ്ണില് സോപ്പിട്ട് വെക്കുവോ. ബാബുചേട്ടനായിരുന്നോ? ക്ലീറ്റോ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആരെയോ തല്ലീന്നോ ചവിട്ടീന്നോ മൂക്കിലിട്ടിടിച്ചു എന്നൊക്കെ പറഞ്ഞു. വേറെ ആരല്ല ഇവനെ ഇടിച്ചത്. ആ ഇവനെയാണ് ഇടിച്ചത്. അയ്യോടെ അത് ചെറിയ ചെക്കനാണല്ലോ. അത് ഭയങ്കര ഇതായി പോയല്ലോ. ഏത് പെണ്ണ അങ്ങനെ ചെയ്തേ? അവന് കണ്ടാലറിയാം. ചേടാ അതെ ക്ലീറ്റോ വരുന്നുണ്ടല്ലോ. എന്ത് തോന്നിയ കാണിക്കാതെ പറയാം. വെള്ളരിക്കപ്പുറത്താണല്ലോ ഇറങ്ങിയിട്ടുണ്ടെന്നേ. ഒരു 4 കസേര എടുത്തേ. 2 മതിയോ? ബാക്കി പോളിഷ് ചെയ്തിട്ടേക്കാണ്. കസേര വേണ്ട, ഇരിക്കേ. അവിടെ ഞാന് വഴിക്ക് വെച്ച് കണ്ട് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇങ്ങ് പോകുന്നല്ലേ? കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, അടിച്ച് പരത്തില്ലേ? വേറെ എവിടെയെങ്കിലും ഇടി കിട്ടിയോടാ? ഓ എന്നാലും ഇത് ഏത് പെണ്ണ് ചെയ്താലും വളരെ ഹീനവും മ്ലേച്ഛവുമായ പരിപാടിയാണ്. കഷ്ടം. ഒരു കൊച്ചു ചെറുക്കനെ ഇങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ഉരിഞ്ഞിറങ്ങിക്കണമെന്ന് അറിയില്ലല്ലോ. കഴിഞ്ഞ എറണാകുളത്ത് കണ്ടില്ലേ ആ ടാക്സിയിലെ പയ്യനെ? അടുത്ത സമയത്ത് എന്ത് ഈ നാട് എന്ത് പോക്കാണെന്ന് അറിയില്ല. ഇതിപ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ തുനിഞ്ഞാൽ ഇത് വെറുതെ വിടാൻ പറ്റില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെ ഒരു ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിച്ചേ പറ്റുള്ളൂ. ഇനി ആ പെണ്ണ് വല്ല മാനസിക രോഗിയായിരിക്കും. നിന്റെ ഭാര്യയുടെ കാര്യമല്ല പറഞ്ഞത്, ഇവനെ ഇടിച്ച പെണ്ണിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല ക്ലീറ്റോ, നിങ്ങൾ വിചാരിച്ച ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ്. ഇവന് അറിയാൻ പറ്റുമോ? ഇവനെ കണ്ടാ തിരിച്ചറിയാവുന്നേ. അമ്മാതിരി ഇടിയല്ലേ ഇവന്റെ മുഖത്ത് ഇടിച്ചിരിക്കുന്നത്. നല്ല ഇതുണ്ട്. പാലം പോയി തോന്നണല്ലേ? അതെ. നമ്മുടെ സ്റ്റാൻഡിൽ എത്ര വണ്ടിയുണ്ട് ഇപ്പൊ നിലവിൽ? 50 വണ്ടിയുണ്ട്. 50 ഉണ്ട്. അപ്പൊ 50 × 200 10,000. അപ്പൊ ആദ്യം 200 രൂപ വെച്ച് എല്ലാ വണ്ടിക്കാരെയും കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ ആയിട്ട് നമ്മൾ വേറെ പോലീസ് സ്റ്റേഷൻ മാർച്ച്. അതാണ് ഫസ്റ്റ് സമര പരിപാടി. എന്നിട്ട് അവർ എന്തുണ്ടാക്കുമെന്ന് കാണണം. പെണ്ണിനെ അവർ കണ്ടുപിടിച്ചിട്ട് നോക്കണം. കണ്ടുപിടിച്ച് തന്നാൽ നമ്മൾ അടുത്ത പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. ക്ലീറ്റോ, ഇതിപ്പോ ഇത്രയും വലിയ പ്രശ്നമാക്കണോ? ആശുപത്രിയിലൊക്കെ പോയതല്ലേ? അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ എത്ര വന്നാലും ഇതൊരു പെണ്ണല്ലേ? പെണ്ണാണെന്ന് പെണ്ണിന് ബോധം വേണം. അവൾ ഇടിച്ചതൊരു ആണാണെന്നുള്ള ബോധം അവൾക്ക് വേണം. ആണുങ്ങളോട് എന്തും കാണിക്കുന്ന. നിന്റെ ആങ്ങളയോടാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നീ വെറുതെ ഇരിക്കോ? അപ്പൊ എന്നാ അവന് ചോദിക്കാനും പറയാൻ ആളില്ലെന്ന്. പെണ്ണുങ്ങളെ ഞാൻ ചോദിച്ചു, നമ്മളെ കുടുംബത്തിലും ഇല്ലേ പെണ്ണുങ്ങൾ ആരെങ്കിലും എന്നൊരു അക്ഷരം ഉണ്ടാറുണ്ടോ? അതാണ് നമ്മളെ കുടുംബത്തിൽ നമ്മളെ പോലുള്ള ആണുങ്ങൾ ഉള്ളതുകൊണ്ട് പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കണം. അപ്പൊ ഇതൊന്നും ഇല്ലാത്തടത്ത് ഇങ്ങനെ തന്നെ സംഭവിക്കും. കെട്ടിയന്മാര് ഗൾഫിൽ പോയി കുറെ കാശൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവളുമാരെ കൊടുക്കും. പിന്നെ ഇവളുമാരെ എന്താണ് തോന്നിയ പോലെ ചെലവാക്കി ഇതുപോലെയുള്ള പാവങ്ങളെ നെഞ്ചത്ത് കയറും. പാവം എന്തായാലും ചെറുക്കന്റെ കോലം നോക്കിയാണ്. നീ എന്ത് കുറെ നേരമായിട്ട് നീ ഇങ്ങനെ എന്ത് വിമ്മണത്? എന്ത് നമുക്ക് നാളെ ഒരു സംസ്ഥാന ബന്ധു സംഘടിപ്പിച്ചാലോ? ഇത്തിരി വാണത്തിന് മുണ്ടായിരിക്കും. നാളെ നിന്റെ ശത്രുക്കളുടെ വല്ല കല്യാണം ഉണ്ടാ? നാളെ ഇല്ല. ഓ അതെ. ഇതിപ്പോ നമുക്ക് വേറൊരു കാര്യം അറിഞ്ഞത്, ഈ അവിടെ കൂടിയുന്ന ജനങ്ങളിൽ കുറെ പേരൊക്കെ ഇവന് എതിരായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? അത് അമ്പിളിക്കുട്ടന്റെ ആൾക്കാരാണ്. ഇവൻ നമ്മുടെ പാർട്ടിക്കാരനല്ലേ? അതാണ് കേസ്. അമ്പിളിക്കുട്ട, അത് ശരി. അപ്പൊ അവിടെയും കയറി അവൻ പിടിച്ചിട്ടുണ്ട്. നീ വിഷമിക്കണ്ട കേട്ടാ. പിന്നെ ആശുപത്രിയിൽ ഒരുപാട് പൈസ എല്ലാം ആയാ? വന്നോ? നീ എന്തിനാ ഇവന്റെ മൂക്കിടിച്ച് ചാത്തേ? ഇവന് എന്താ ചെയ്തേന്ന് അറിയാമോ നാത്തൂനെ? ഇന്ന് ഞാൻ ഓട്ടോ പിടിച്ച് കയറി ഇങ്ങ് വന്ന വഴിക്കുണ്ടല്ല, ഇവൻ ആ ഓട്ടോ കേറിയപ്പോ തുടങ്ങിയ ഒരു മൂളിപ്പാട്ട് തുടങ്ങിയതാ. ഒരു ജാതി നോട്ടോ അവന്റെ കൈക്കിട്ട് കൊല്ലിങ്ങ. കൂടാതെ ഒരു സെൽഫി കൊടുത്തേ. അത് നമ്മുടെ പാർട്ടിയിലെ ഒരു നീ കയറി പോ, ഞാൻ അവനെ ഉപദേശിച്ചോളാം. മൂക്കല്ല ഇടിച്ച് പാരുന്നുണ്ടോ കേട്ടോ? കളിക്കുന്നടാ നീ. എടാ അവൾ ആരാന്നറിയാമോ? എന്റെ ഒരേ ഒരു പെങ്ങള്. അവളുടെ കെട്ടിയോനെ പാലാലി SI. പെണ്ണുങ്ങളോടെ കുറച്ചുകൂടെയൊക്കെ മര്യാദയായിട്ട് പെരുമാറാൻ പഠിക്കണം. പിന്നെ നീ എടുത്ത സെൽഫി ഉണ്ടല്ലോ, അത് സെൽഫിഷാണ്. അത് എടുക്കുമ്പോ ആ എടുക്കുന്ന ആളുടെ അനുവാദം ചോദിക്കണം. അല്ലാതെ എടുത്താ ഇങ്ങനെ ഇരിക്കും കേട്ടാ. ഒരു പ്രാവശ്യത്തേക്ക് പിടിച്ചോണ്ട് പോയാ പിന്നെ ഇതെന്തിനാന്നറിയാമോ?
നിന്നെ പോലുള്ള കുറെ ഓട്ടോ ഡ്രൈവർമാരാണ് ഇത് അയാളെ പോലുള്ളവർ കൂടെ പേര് ദോഷം ഉണ്ടാക്കണം കേട്ടാ. ഇനി മേലാൽ എടാ നിനക്ക് സെൽഫിയുടെ ഭയങ്കര എന്തോ വീക്ക്നെസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ. എടാ ഞാൻ നിന്റെ പാർട്ടിയുടെ നേതാവാണ്, ഇത്ര നാളായിട്ട് നീ എൻ്റെ ഇവിടെ നിന്ന് ഒരു സെൽഫി എടുത്തിട്ടില്ലല്ലോ. ഇല്ലല്ലോ. മൊബൈൽ എടുക്കടാ, എടുക്ക് എടുക്ക് എടുക്കടാ, എൻ്റെ സെൽഫി എടുക്കടാ, എടുക്ക്, ചിരിച്ചിട്ട് എടുക്കടാ. Alien versus Alien.